കോൺട്രാക്ടർമാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, പാടില്ല. അതിനുവേണ്ടി പേര് മാറ്റി. കൺസ്ട്രക്ഷൻ ഓഫ് എ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അറ്റ് മരക്കാർ കണ്ടി, കണ്ണൂർ കോർപ്പറേഷൻ. ചെയ്തോ ഇല്ലയോ എന്ന് പറയട്ടെ. പത്രത്തിൽ കൊടുത്തോ? പത്രത്തിൽ കൊടുക്കണമെന്ന് നിയമമില്ലേ, ചട്ടമില്ലേ? അമൃത് 2 പ്രോട്ടോകോളിന്റെ ലംഘനല്ലേ? എന്താ കൊടുക്കാതിരുന്നേ? ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ അതിന് സാധാരണ നിലയിൽ മിനിമം 1 മാസം സമയം കൊടുക്കണം. നിങ്ങൾ കൊടുത്ത സമയത്തില്ല, 11 ദിവസമാണ്. അപ്പൊ ആരും അറിയാതെ വേഗം വിളിച്ച് പ്രപ്പോസൽ ഇങ്ങോട്ടേക്ക് വന്നോ പറഞ്ഞിട്ട് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുക. അതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഇനി ഈ LOA പറയുന്നത് the detailed project report of the project shall be submitted within 60 days from the date of issuing the acceptance letter. അതായത് acceptance letter, ഇത് LOA, letter of acceptance, ഇത് ഇഷ്യൂ ചെയ്തതിന് ശേഷം കോൺട്രാക്ടർ എന്ത് ചെയ്യണം? DPR തയ്യാറാക്കി, ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. DPR ഗവൺമെന്റിന്റെ കയ്യിൽ ആദ്യം ഉണ്ടാകണം, ടെൻഡർ ചെയ്യുന്ന അതോറിറ്റിയുടെ കയ്യിൽ ഉണ്ടാകണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാൾ കോട്ട് ചെയ്യുമ്പോൾ ഇയാൾ കോട്ട് ചെയ്തതും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണോ മനസ്സിലാവും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുക, കൊടുക്കാൻ വേണ്ടി പറയാം. പിന്നെ പറയുന്നത് quantity mentioned in the detailed project report after the detailed survey and approved in the council will be final quantity under scope of work. ഇപ്പൊ സ്കോപ്പ് ഓഫ് വർക്കും പിന്നെ മതിയെന്നാണ്. ഇപ്പൊ വാട്ടർ അതോറിറ്റി എടുക്കുന്ന ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ നേരെ കോൺട്രാക്ടറെ ഫലത്തിൽ ഏൽപ്പിച്ചിരിക്കുക. എങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടറെ ഏൽപ്പിച്ചിരിക്കുക. ഇതിലപ്പുറം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കോർപ്പറേഷൻ മേയറോട് ഞാൻ പറയുകയാണ്, ആരാധ്യനായ മേയറോട്, ഇപ്പോൾ ഉള്ള മേയർ മാത്രമല്ല മുൻ മേയറോട് പറയുകയാണ്, ഇത് ഇവിടെ അവസാനിക്കില്ല. ഇതോടുകൂടി തീർന്നുവെന്ന് മുൻ മേയറും നിലവിലെ മേയറും കരുതണ്ട. കണ്ണൂരിൽ നടപ്പിലാക്കിയ എല്ലാ പ്രോജക്റ്റ് സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം. അതിന്റെ ടെൻഡർ നടപടികളെ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. അതിന്റെ ഇംപ്ലിമെന്റേഷൻ സംബന്ധിച്ചുള്ള അന്വേഷണം വേണം. ഇപ്പൊ നടപ്പിലാക്കിയ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ചേലോറ പ്രോജക്റ്റ്, പടന്നപ്പാലം പ്രോജക്റ്റ്, മൾട്ടി ലെവൽ തട്ടിപ്പ്. ഇപ്പൊ അവസാനം ഒരു കോൺട്രാക്ടറെ ഒരു ബക്കറ്റ് മൈൽ കുറച്ച് പെയിന്റും പിന്നെ ഒരു ചൂലും കൊടുത്തു വിട്ടിട്ട് ഒന്ന് പെയിന്റ് അടിക്കാൻ പറ്റില്ല പറഞ്ഞു വിട്ടിട്ടുണ്ട്. എല്ലാറ്റിന്റെ മേലെയും വിജിലൻസ് അന്വേഷണം വേണം. ഈ കാര്യം അന്വേഷിക്കണം. അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാവണം.